ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിലെ കാസ്റ്റിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? നായികയായ ഭൂമിജയുടെ വീട്ടുകാരെ തന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. നായികയായി ഭൂമിജ എത്തുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, പൊന്നമ്പിളി എന്നീ സീരിയലുകളിലൂടെ നമുക്കെല്ലാം പ്രിയങ്കരിയായി മാറിയ മാളവിക വീൽസ് ആണ്. ഭൂമി എന്നാണ് ഭൂമിജയെ എല്ലാവരും ഈ സീരിയലിൽ വിളിക്കുന്നത്. ഭൂമിയുടെ വീട്ടില് അമ്മയും അച്ഛനുമാണുള്ളത്. അമ്മയുടെ പേര് അംബിക, അച്ഛൻ്റെ പേര് അച്യുതൻ. ഇവർ രണ്ടുപേരും ഇവളുടെ യഥാർത്ഥ അച്ഛനും അമ്മയല്ലെങ്കിലും സ്വന്തം മോളെപ്പോലെയാണ് രണ്ടുപേരും വളർത്തുന്നത്. ഭൂമിയുടെ ജന്മരഹസ്യത്തെ പറ്റി എന്തൊക്കെയോ മറഞ്ഞു കിടക്കുന്നുണ്ട്. അത് പ്രൊമോ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് നായകനെയും നായകന്റെ കുടുംബത്തെയും പരിചയപ്പെടാം. ഇതിലെ നായകന്റെ പേര് അജയ് മാധവ് എന്നാണ്. അമ്മ അറിയാതെ എന്ന സീരിയലിലെ നായകനായി അഭിനയിച്ച നിഖിൽ നായരാണ് ഇതിലെയും നായകൻ. അമ്മ അറിയാതെ എന്ന സീരിയലിലെ പോലെ തന്നെ ഇതിലും പോലീസ് ഓഫീസറായിട്ടാണ് നിഖിൽ നായർ അഭിനയിക്കുന്നത്. ഇനി അജയുടെ വീട്ടിലെ ഓരോ അംഗങ്ങളെയും നമുക്ക് പരിചയപ്പെടാം. നിഖിലിന്റെ വീടായ സൗഭാഗ്യപുരത്തിലെ ഏറ്റവും മുതിർന്ന അംഗമാണ് സൗഭാഗ്യദാസ് എന്ന മുത്തശ്ശി. ഈ മുത്തശ്ശി കഥാപാത്രമായി എത്തുന്നത് മല്ലിക സുകുമാരനാണ്. ഈ മുത്തശ്ശിക്ക് 3 മക്കളാണുള്ളത്, 2 ആൺമക്കളും 1 പെണ്ണും. മൂത്ത മകന്റെ പേരാണ് സത്യദാസ്. സത്യദാസിന്റെ ഭാര്യയുടെ പേരാണ് സുമിത്ര പിന്നെ നേരത്തെ തന്നെ മരണപ്പെട്ടിട്ടുള്ളതാണ്. ഇവർക്ക് 2 പേർക്കും 1 മകളാണുള്ളത്. കുഞ്ഞുനാളിലെ തന്നെ ആ മകള് സത്യദാസിന് നഷ്ടമായതാണ്. സൗഭാഗ്യയുടെ 2ാമത്തെ മകളാണ് സംഗീതദാസ്. ഇവരുടെ മകനാണ് അജയ് മാധവ്. സംഗീതദാസിന്റെ ഭർത്താവിന്റെ പേരാണ് മാധവൻ. സൗഭാഗ്യയുടെ 3ാമത്തെ മകനാണ് സാഗർദാസ് നേരത്തെ മരണപ്പെട്ടതാണ്. സാഗർദാസിന്റെ ഭാര്യയുടെ പേരാണ് ഭവാനി. തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണം അയാളുടെ ഏട്ടനായ സത്യദാസ് ആണെന്നാണ് ഭവാനി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭവാനിക്ക് സത്യദാസിനോട് നല്ല ദേഷ്യവും. ഭവാനിയുടെ മകളുടെ പേരാണ് അഞ്ജന. ഇത്രയുമാണ് ഈ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഭൂമിയുടെ ജന്മരഹസ്യം എന്താണ്, സത്യദാസിന്റെയും സുമിത്രയുടെയും മകളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണ്, അതുപോലെ അജയും ഭൂമിയും എങ്ങനെയാണ് ഒന്നിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ വരുന്ന എപ്പിസോഡുകളിൽ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.